നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ സഹായ പദ്ധതിയാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ എന്നുള്ളത്. 62 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് ഈ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുന്നത്. പ്രതിമാസം 1600 രൂപ വീതം എല്ലാ ഗുണഭോക്താക്കൾക്കും ലഭിക്കുന്നുണ്ട്. ഇതിൽ 4 മാസത്തെ പെൻഷൻ കുടിശ്ശികയുണ്ട്. അതായത് 6400 രൂപ വരെ ഓരോ ഗുണഭോക്താവിനും നൽകാനുണ്ട്. നിലവിൽ 2024-25 സാമ്പത്തിക വർഷത്തിൽ 2 ഗഡു പെൻഷൻ വിതരണം ഉണ്ടാകുമെന്ന് അറിയിച്ചിരുന്നു. അതിൽ ഒരു ഗഡു കുടിശ്ശിക പെൻഷൻ വിതരണം ഓണത്തിന് വിതരണം ചെയ്തു കഴിഞ്ഞു. അതിൽ ബാക്കിയുള്ള ഒരു ഗഡു കൂടി അവശേഷിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തനത് മാസത്തെ പെൻഷനും കൂടി ചേർത്താൽ 3200 രൂപയോളം ഒരാൾക്ക് തന്നെ ലഭിക്കും. അത് ഈ മാസം നൽകാനാണ് തീരുമാനം. അത് വിതരണം ചെയ്യാനുള്ള അവസരം ഉണ്ടായാൽ ഈ മാസം തന്നെ വിതരണം ഉണ്ടായിരിക്കുമെന്നാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അറിയിപ്പ് ലഭിച്ചത്. 25-ാം തീയതിക്ക് ശേഷമായിരിക്കും ഈ പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുക. അതുമാത്രമല്ല, ഫെബ്രുവരി ആദ്യ വാരത്തിൽ തന്നെ അടുത്ത ബജറ്റ് അവതരിപ്പിക്കും. അതിനു മുന്നോടിയായി തന്നെ പെൻഷൻ വിതരണങ്ങളെല്ലാം ഉണ്ടായിരിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് PM കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ടതാണ്. കർഷകർക്കുള്ള ആനുകൂല്യ വിതരണങ്ങളുടെ അറിയിപ്പാണ് ഇനി പറയുന്നത്. PM കിസാൻ സമ്മാൻ നിധിയുടെ പ്രധാനപ്പെട്ട അറിയിപ്പ്. PM കിസാൻ നിധിയുടെ 19ാമത്തെ ഗഡു വിതരണം ആരംഭിക്കാൻ പോവുകയാണ്. ഫെബ്രുവരിയിലായിരിക്കും തുക വിതരണം ചെയ്യുക. അതോടൊപ്പം തന്നെ തുക വർദ്ധിപ്പിക്കുമെന്നുള്ള അറിയിപ്പുകളും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു കിസാൻ സമ്മാൻ നിധിയിലെ തുകയായി ഒരു കർഷകന് വർഷത്തിൽ 6000 രൂപയാണ് ലഭിക്കുന്നത്. അത് 3 ഘട്ടമായി ലഭിക്കുന്നത്. ഓരോ ഘട്ടവും 2000 രൂപ വെച്ച് വർഷത്തിൽ 3 ഘട്ടമായി 6000 രൂപയാണ് ഓരോ കർഷകനും നൽകുന്നത്. അത് 8000 രൂപ മുതൽ 10000 രൂപ വരെ വർദ്ധിപ്പിക്കുമെന്നുള്ള അറിയിപ്പുകളാണ് വരുന്നത്. 3 ഘട്ടം എന്നുള്ളത് 4 ഘട്ടമോ 5 ഘട്ടമോ ആക്കി വിതരണം ചെയ്യണം എന്നാണ് സർക്കാരിൻ്റെ പുതിയ തീരുമാനം. കർഷകർക്ക് വലിയ രീതിയിൽ ഇതൊരു സഹായമായി മാറുകയും ചെയ്യും. ഇത് 100% കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടാണ് ലഭിക്കുന്നത്. ഈ തുക ഒരിക്കലും കർഷകർ തിരിച്ചടയ്ക്കേണ്ട ആവശ്യമില്ല.